ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. രാവിലെ ദോശ ഉണ്ടാക്കി, അതുപോലെ ചായ ഉണ്ടാക്കി വെച്ചു. പിന്നെ മോൾ ഇതാ അടിച്ചു വാരി തുടക്കുകയാണ്. അവൾ പറഞ്ഞു ഉമ്മ ഞാൻ പോണ മുമ്പ് തുടച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. പാവം തോന്നും എനിക്ക്. സ്കൂളിൽ പോണ മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാവം തോന്നും. പുരലിരിക്കണ പോലെയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇടങ്ങാറായി പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ തുടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മോളിതാ സ്കൂളിൽ പോകാൻ നേരത്ത് നല്ല മഴ. അതുവരെ വലിയ കാലാവസ്ഥക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് ടുട്ടുള്ളതുകൊണ്ട് കുറേ ടുട്ടുവിൻ്റെ അടുത്ത് ഇരുത്തുട്ടോ. കുറേ അവൻ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കരച്ചിൽ തുടങ്ങിയാൽ പിന്നെ ഒരു കരച്ചിലാട്ടോ. അതുവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ കുറച്ച് നേരം ഇരുത്തി. പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊക്കെ പോയി അലക്കി. പിന്നെ മത്തൻ്റെ ഇല മുറിക്കാനിരുന്ന് ഇന്നലെ പറിച്ചു വെച്ചതല്ലേ, അത് മുറിക്കാനിരുന്നിട്ട് ശരിക്കും ഞാൻ പറയാം ഏകദേശം ഒരു 1.5-2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഈ 2-3 ഇല മുറിച്ചിടാൻ. സംഭവം എന്ന് വെച്ചാൽ ഇത് കൈകുത്തി ഒന്ന് മുറിച്ചിടാൻ നോക്കുമ്പോൾ കോൻ കരയും, അങ്ങനെ പോകും, പിന്നെയും കരയും പോകും. അങ്ങനെയാണ് ഇന്ന് മത്തൻ്റെ ഇല ഉപ്പേരി ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം മത്തൻ്റെ ഇലയൊക്കെ റെഡിയാക്കി ഉപ്പേരികളൊക്കെ ശരിയാക്കി വെച്ച് കറി ഇന്ന് ചെറുപയർ താളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ചെറുപയർ അടുപ്പത്ത് വെച്ച് പിന്നെ ഒരു തക്കാളിയും ഒരു കഷ്ണം വെല്ലുള്ളിയും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് അത് വേവിക്കാൻ വെച്ചിട്ടോ. പിന്നെ ഇന്നലത്തെ ബീഫിൻ്റെയും കുറച്ചുണ്ട് കേട്ടോ. ബീഫ് ഇനിയും കുറച്ച് വെക്കാനൊക്കെ ഉണ്ട്. ബീഫ് വേണ്ട കഴിക്കണേ, എന്താ പറയുക, കൂട്ടാതെ ഇഷ്ടമല്ലാതെ കൂട്ടൂലേ, അതുപോലെ അയക്കണിപ്പോൾ. നല്ല മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി ചോറുന്നാനൊക്കെ സംഭവം നല്ല പൂതിയുണ്ട്. പക്ഷേ വാങ്ങാനൊരു പേടി. ആ സംഭവം ഉണ്ടായതിന് ശേഷം ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ഉണ്ടായല്ലോ അതുപോലെ തന്നെ കടലിൽ. അങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടേന്ന് അങ്ങനെ വിചാരിച്ചു. അതാണ് വാങ്ങാത്ത സംഭവം. പിന്നെ ഉണക്കൽ വാങ്ങണമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇവിടെ പോയിരുന്നല്ലോ, മാവേലി സാധനം വാങ്ങാൻ പോയല്ലോ, അപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ച് മറന്നും പോയി. അടുപ്പൊക്കെ സ്ഥിരമായിട്ട് കത്തിക്കണവർക്ക് ഉണക്കലൊക്കെ വാങ്ങിയിട്ട് എന്താ പറയുക സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അല്ലാണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കത്തിക്കണവർക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരി എങ്ങനെയാണെന്ന് ചെയ്യുക, ഓൾ ചെയ്യണേ പറഞ്ഞുതരാം. ഓൾ കുറേ ഉണക്കൽ മേടിക്കും, എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കുപ്പിയിലെടുത്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിൻ്റെ സമയത്ത് അപ്പം എടുക്കാമല്ലോ. എപ്പോഴും ഞാൻ വിചാരിക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, എവിടെ പിന്നെ ചെയ്യലൊന്നും ഉണ്ടാവില്ല. മത്തൻ്റെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വെളുത്തുള്ളിയും മുളകൊക്കെ ചതച്ചെടുക്കുകയാണ്. ഞങ്ങൾ അവിടെയൊക്കെ എന്താക്കുക അറിയോ, വേവിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇതിലൊക്കെ വറവിടല കേട്ടോ. അവിടെ അങ്ങനെ ചെയ്യുക. ഇവിടെ വന്നപ്പോഴാണ് താളിപ്പ് ഉപ്പേരിയൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചത്. ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളിയിൽ വറവിടണം, പക്ഷേ ചെറിയുള്ളിയില്ല. അപ്പം നമ്മൾ വെല്ലുള്ളി മുറിച്ചിട്ടിട്ട് ചെറുതാക്കി കുനുകുനാ അരിഞ്ഞിട്ട് വറവിടും. ഇവിടുത്തെ മക്കൾക്കൊന്നും ഈ ചെറുപയർ കറീനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ചോദിക്കില്ല, വേണോ വേണ്ടേന്നൊന്നും ചോദിക്കൊന്നുമില്ല. ചോറ് എടുത്തിട്ട് ചോറിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങ് തിന്നോളും. അല്ലാണ്ട് ഇഷ്ടമായിട്ടൊന്നും തിന്നൊന്നുമല്ല കേട്ടോ. ഒരു കറി ഞങ്ങൾക്ക് വേണ്ട. അവർക്ക് പരിപ്പ് താളിച്ചതാണെങ്കിൽ ഓക്കെ, ചെറുപയറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല സൗണ്ടില്ല, മക്കൾസ് ഉണ്ട് അപ്പുറത്തിട്ടോ. അതുകൊണ്ടാണ്, ചെറുതിനെ കളിപ്പിക്കുന്ന സൗണ്ടാണ്, അതുകൊണ്ടാണ് വേറൊരു സൗണ്ട് വരുന്നത്. അപ്പം സോറി. പിന്നെ ഇതാ വറവിടാനുള്ള പരിപാടിയാണ്. ആ ചട്ടിയിൽ തന്നെ വറവിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ ഇല വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചട്ടിയും കൊണ്ട് ഒപ്പിക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഒരു ബ്രെഡൊക്കെ തിന്നു കേട്ടോ. ചായ അച്ഛൻ മടിച്ചിട്ട് ചായ ഉണ്ടാക്കിയില്ല. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒരു ബ്രെഡൊക്കെ തിന്നു. അപ്പോൾ കുറച്ച് വിശപ്പൊക്കെ അടക്കിട്ടോ. 2 മണി ആവാനായിക്കണം കേട്ടോ. സംഭവം ഒന്നും സമയത്ത് നടക്കണില്ല. ഇനിയിപ്പം നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് രാത്രി കറിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അല്ലാതെ നടക്കില്ല. ഓൻ ഇങ്ങനെ തന്നെ കരച്ചിലാണെങ്കിൽ എനിക്കൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് രാത്രി പരിപാടി, ഓൻ ഉറങ്ങുകയാണെങ്കിൽ രാത്രി പരിപാടി ചെയ്തു വെക്കാൻ വിചാരിച്ച്. ഇനി ഇല വെക്കാനുണ്ട്. ഉമ്മച്ചി എപ്പോഴും പറയും ഇല വെക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇല എന്താ പറയുക ചട്ടിയൊക്കെ ഇടുമ്പം ചട്ടി നിറച്ചും ഇല ഉണ്ടാവും. എന്ത് ഇലയാണ് ഉപ്പേരി വെക്കുകയാണെങ്കിൽ ചട്ടി നിറച്ചും ഉണ്ടാവും. അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ താന്നു പോകും. അപ്പോൾ നമ്മൾ ഇല കണ്ടിട്ട് ഉപ്പിടരുതെന്ന് എപ്പോഴും പറയും കേട്ടോ. ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തീരെ റെസ്റ്റ് ഇല്ല കേട്ടോ. ഉമ്മച്ചിയാണെങ്കിൽ രാവിലത്തെ കടിയൊക്കെ ഉമ്മച്ചി അങ്ങ് ചെയ്താൽ കുറേ ഒരു സമാധാനമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, അതുപോലെ മോനെ എടുക്കലും വെക്കലും ഒക്കെ ഒരുമിച്ചാക്കണ്ടേ. അവരിപ്പോൾ ഒരു കുട്ടീനെ നോക്കാനെങ്കിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ബാക്കിയൊക്കെ ചെയ്യാൻ. പിന്നെ എന്താ പറയുക, എല്ലാം കൂടെ എന്തൊക്കെ വായിക്കണേ ഒരു കഥയാണ്. പിന്നെ അമ്മച്ചിയുടെ പനിയൊക്കെ ഒന്ന് വേഗം കുറഞ്ഞ അമ്മച്ചി വരും. പിന്നെ കുത്തിവെപ്പും ഉണ്ടല്ലോ, അപ്പോഴൊക്കെ എന്തായാലും വരും. ചിലപ്പോൾ നാളെ വരും എന്ന് പറഞ്ഞിരിക്കണം. ഞാൻ അമ്മച്ചിനോട് ഇന്നത്തെ കഥകളൊക്കെ പറഞ്ഞിരിക്കണം. ഇന്ന് അത്രയും ഉറങ്ങിയിട്ടേ ഇല്ല. എന്നാലും നൈറ്റ് ഉറങ്ങിയില്ല, പകലും ഉറങ്ങിയിട്ടില്ല, രണ്ടും ഉറങ്ങിയിട്ടില്ല. അതേപോലത്തെ ക്ഷീണം എനിക്കുണ്ട് കേട്ടോ. കയ്യിൽ നിന്നല്ല, നമുക്ക് രാത്രി ഉറങ്ങാതെ നിൽക്കുമ്പോൾ തന്നെ ക്ഷീണമല്ല, തലവേദനയൊക്കെ അല്ലേ. അപ്പോൾ രാവും ഇല്ല പകലും ഇല്ലാതാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പിന്നെ ചോറ് ഞാൻ രാവിലെ ഇവർ പോകുന്ന സമയത്ത് തന്നെ വേഗം അങ്ങ് ആക്കിയിട്ടോ. പിന്നെ അതിന് നേരം വൈകിയാൽ കറി നേരം വൈകിയാലും കഞ്ഞിയെങ്കിലും കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മോൾക്ക് ചോറ് കൊടുക്കാം. മോൻ കുറച്ച് നേരമായി ചോറിന് ചോദിക്കണം. അങ്ങനെ ചോദിക്കലൊന്നുമില്ല, എന്താ അറിയില്ല, ചോറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കാൻ വിചാരിച്ച്. നാളെ തൊട്ടിട്ട് സ്കൂൾക്കും വിടണം. പിന്നെ കഴിഞ്ഞ കഥ. നാളെ അമ്മച്ചി വരുമെന്ന് പറഞ്ഞിങ്ങനെ, വന്നാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ കുക്കുണ്ടെങ്കിൽ പിന്നെ കുറേ സമാധാനമാണ്. എന്നാലും കേൾക്കണമെന്നില്ല, പണ്ടത്തെ പോലെ കേൾക്കില്ല. എന്നാലും ഒരു എന്താ പറയുക, ഒന്ന് നമുക്ക് ബാത്റൂം പോകണമെങ്കിലും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നോക്കുമ്പോൾ വലിയവരാണെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ. ഇന്ന് പിന്നെ വാരിക്കൊടുക്കാൻ നിന്നിട്ടില്ല, ഒന്നെണ്ണ തിന്നാണ് വാവണ്ടിൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ചോറ് തിന്നായിരുന്നു. ഞാൻ ചോറ് തിന്നണം എത്ര മണിക്കറിയോ? ഒരു 3:15 ആവാനായിക്കണേ. ആ സമയത്താണ് അപ്പോൾ ഏട്ടൻ്റെ ഓള് വന്നിരുന്നു കേട്ടോ. ഒരു പാത്രത്തിന് താത്ത വന്നപ്പോൾ ഞാൻ ചോറും തിന്നിട്ടില്ല, കുളി കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവനെ കരയണായതുകൊണ്ട് അപ്പോൾ താത്ത എന്താക്കി, മോനെ എടുത്തിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് വേഗം കുളിയും കഴിഞ്ഞ് ചോറ് തിന്നലും കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകാണ്ടതിന് അതും കഴിഞ്ഞ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടീനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ വൈകുന്നേരം ചായക്ക് മിച്ചർ ഉണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയും കുടിച്ച്. ഇപ്പോൾ പാല് വാങ്ങാൻ അങ്ങനെ പോക്കില്ല. നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്നത് മാത്രമേ വാങ്ങുള്ളൂ, അല്ലാതെ അങ്ങനെ പാല് വാങ്ങാനായിട്ട് പോക്കില്ല. ഒന്നാമത്തത് 5 മണിക്കാണ് മോളും സ്കൂളും വിട്ട് വരിക. ആ സമയത്ത് വന്നിട്ട് നോക്ക് പിന്നെ പാലിന് പോകാൻ ഭയങ്കര മടി. 5:15 ആകുമ്പോൾ വരും കേട്ടോ പാല്. അപ്പോൾ വന്നപാടെ തന്നെ പിന്നെയും പാലിന് പോകണ്ടേ പറഞ്ഞിട്ട് നോക്ക് ഭയങ്കര മടി. അങ്ങനെ ഇപ്പോൾ പാക്കറ്റ് പാലാണ് വാങ്ങൽ. പുറത്ത് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ചായ എടുത്തിട്ട് പുറത്ത് വന്നിരുന്നേ. അപ്പോൾ കിളികളൊക്കെ ഇങ്ങനെ നല്ലോണം കരയുന്നൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേൾക്കാനൊക്കെ. അങ്ങനെ ഇതാ ചായ കുടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ല തലവേദനയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം പോക്കാണ്. എന്താ പറയുക, ഗുളികയില്ല വേദനേൻ്റെ. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.